തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ്. മിഹിർ സ്ഥിരം പ്രശ്നക്കാരൻ എന്ന വാർത്താക്കുറിപ്പിലുണ്ട്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് 9ാം ക്ലാസ്സുകാരൻ മിഹിറിനെതിരായിട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിക്കെതിരായിട്ട് അവരുടെ കുടുംബം പരാതി നൽകുന്ന സമയത്ത് ആ കുട്ടിയെ മോശക്കാരനാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഈ സ്കൂൾ ഇറക്കിയിരിക്കുന്നത്. മുൻപ് പഠിച്ച സ്കൂളിലും മിഹിർ ഒരു പ്രശ്നക്കാരനായിരുന്നു. നിലവിൽ പഠിച്ച സ്കൂളിൽ മിഹിർ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി. മിഹിറിൻ്റെ മാതാപിതാക്കളെ വിളിച്ച ഇക്കാര്യം വാൺ ചെയ്തു. ഒരു തവണ TC കൊടുക്കാൻ പോലും തയ്യാറെടുപ്പ് നടത്തി. അങ്ങനെ ആ കുട്ടിയെ എങ്ങനെയൊക്കെ മോശക്കാരനാക്കാം ആ രീതിയിലെല്ലാം കൈകാര്യം ചെയ്യുകയാണ് ഗ്ലോബൽ സ്കൂൾ ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ മിഹിർ മരിച്ച ശേഷം അവരുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ മർദ്ദിച്ച ചിലരെക്കുറിച്ച് പരാതി ഉന്നയിച്ചിരുന്നു. ആ കുട്ടികളെക്കുറിച്ച് സ്കൂൾ അന്വേഷണം നടത്തി. വളരെ പെട്ടെന്ന് തന്നെ അതിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. കാരണം ആ കുട്ടികൾക്കെതിരായിട്ട് തെളിവില്ല. അതുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അതോറിറ്റികളെ അറിയിച്ചു. അതായത് പോലീസിനെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണ സംഘത്തെയും ഒക്കെ അവർ അറിയിക്കുകയാണ് ഈ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല, അവരുടെ പ്രായം പരിഗണിക്കണമെന്നുള്ളത്. ഒരു കുട്ടിയുടെ ആത്മഹത്യക്ക് ഇടയാക്കി എന്ന ആരോപണവിധേയരായ കുട്ടികളെയാണ് വെള്ളപൂശിക്കൊണ്ട് ഇങ്ങനെ ആ സ്കൂൾ അധികൃതർ സംരക്ഷിക്കുന്നത്. അതിന് പുറമെയാണ് ഈ മരിച്ച കുട്ടിയെ മോശക്കാരനാക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ ആ വാർത്താക്കുറിപ്പിൽ ഉടനീളം ഇടം പിടിച്ചിരിക്കുന്നത്. ഏതായാലും കുറ്റം മുഴുവൻ മിഹിർ എന്ന വിദ്യാർത്ഥിയുടെ തലയിൽ വെച്ചുകൊണ്ട് കൈ കഴുകാനുള്ള ഒരു ക്രൂരമായ ശ്രമമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതാണ് ആ വാർത്താക്കുറിപ്പിൽ ഉടനീളം വ്യക്തമാകുന്നത്. ഏതായാലും അന്വേഷണം നടക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിലും പോലീസിൻ്റെ അന്വേഷണത്തിലും സ്കൂളിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശരിയെന്ന് തെളിയുന്ന ഘട്ടത്തിലാണ് സ്വയം ന്യായീകരിക്കാനും ആ മരിച്ച കുട്ടിയെ മരണശേഷം പോലും വെറുതെ വിടാതിരിക്കാനുമുള്ള ഒരു ക്രൂരത ആ സ്കൂൾ വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. ശ്യാംകുമാർ, വലിയ സ്കൂളുകളാകുമ്പം അവർക്ക് സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനും പ്രശസ്തിയും അപകടത്തിലാകുമോ എന്ന പേടിയെ കാണും. പക്ഷേ ഒരു മകൻ നഷ്ടപ്പെട്ടു, ഒരു അമ്മയുടെ കണ്ണീരിൻ്റെ ചൂട് ഈ മാനേജ്മെൻറ്റ് മനസ്സിലാക്കണം.